നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ ദേശീയ തലസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാക്കൾക്ക് ഡൽഹിയിലെ കേരള ഹൗസിൽ നേരിടേണ്ടി വന്നത് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ JNU, ജാമിയ മിലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ വൻ സ്വീകരണം നൽകിയപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ ഉയർന്നത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ്. അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കെതിരെ ഹൈക്കമാൻഡും അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. അർദ്ധരാത്രി ഡൽഹിയിലെത്തിയ വി ഡി സതീഷിനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് NSU, MSF പ്രവർത്തകരാണ് കേരള ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയത്. കേരള ഹൗസ് നിൽക്കുന്ന ജന്തർ മന്ദർ റോഡിലേക്ക് വി ഡി സതീഷിന്റെ കാർ എത്തിയ ഉടൻ ലീഗ് MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി എത്തി. നേതാക്കൾ ഷോൾ അണിയിച്ചു, തോളിലേറ്റി കേരള ഹൗസിലേക്ക്. UDF വിജയത്തിലെ സന്തോഷം പങ്കുവെച്ച് കേക്ക് മുറിച്ചു. മാധ്യമങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് റൂമിലേക്ക്. കേരള ഹൗസിലേക്ക് തൊട്ടു പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും എത്തി. പക്ഷേ അത്ര നേരം അവിടെ ഉണ്ടായിരുന്ന ആഘോഷ അന്തരീക്ഷം പൊടുന്നനെ പ്രതിഷേധത്തിലേക്ക്. സണ്ണി ജോസഫിന് നേരെ നിന്ന് MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടങ്ങി. തിക്കിത്തിരക്കിയ പ്രവർത്തകരിൽ ചിലർക്ക് ഷേക്ക് ഹാൻഡ് നൽകിയ സണ്ണി ജോസഫും പാടുപെട്ട് റൂമിലേക്ക് കയറി. ഇരു നേതാക്കളും പൂർണ്ണ മൗനം പാലിച്ചപ്പോൾ അളന്നു മുറിച്ച പ്രതികരണത്തോടെയായിരുന്നു രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് തന്നെ. സതീഷിനെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങൾക്കിടെ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെയും കടുത്ത ഭാഷയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഡൽഹിയിലെ പ്രമുഖ സർവകലാശാലകളിലെ മലയാളി വിദ്യാർത്ഥികളുടെ വലിയൊരു നിര സതീഷിനായി നിലയുറപ്പിച്ചതും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സതീശൻ നയിക്കട്ടെ എന്നാവശ്യപ്പെട്ടെത്തിയ ഇവർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കണ്ടതോടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വന്നതും സാഹചര്യം വഷളാക്കി. അതേസമയം കേരള ഹൗസിലെ ബഹളമായ അന്തരീക്ഷം തിരിച്ചറിഞ്ഞ രമേശ് ചെന്നിത്തല സമർത്ഥമായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. പതിവായി താമസിക്കാറുള്ള 204 നമ്പർ മുറി ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും അണികളുടെ പ്രതിഷേധം ഭയന്ന് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. MSF പ്രവർത്തകർ ചെന്നിത്തലയെ 2 മണി വരെ കാത്തുനിന്ന് മടങ്ങി. ജെൻസി കൂട്ടായ്മ, വിവിധ സർവകലാശാലയിലെ NSU പ്രവർത്തകർ എന്നിവരുടെ പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പതിവ് തിരക്കുകൾ ഒഴിവാക്കി KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെയുണ്ട്. കേരളത്തിൽ സജീവമായ പോസ്റ്റർ യുദ്ധം ഡൽഹിയിലേക്കും പടർന്നതോടെ ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയിലാണ്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചു കീറിയ തീവ്ര വികാരക്കാർ സണ്ണി ജോസഫിനെതിരെയും തിരിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടിക്ക് സാധ്യതയേറി. സതീഷിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി എത്തിയവർക്കിടയിൽ നുഴഞ്ഞു കയറിയ തീവ്ര വികാരക്കാർ ആരാണ് എന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് രഹസ്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിലും കേരള ഹൗസിലും നടന്ന പ്രതിഷേധങ്ങൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷന് നേരെ ഉണ്ടായ ഭീഷണി, മുദ്രാവാക്യങ്ങൾ ഗൗരവകരമാണെന്നും അതിരുവിട്ടവർക്കെല്ലാം കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. രാവിലെ 10 മണിക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ആരംഭിക്കുന്ന നിർണായക യോഗത്തിൽ ഈ പ്രതിഷേധങ്ങൾ ചർച്ചയാകും. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് കൈമാറും. നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കാനാണ് തീരുമാനം. ഡൽഹിയിൽ പ്രകടനം ഒരുക്കിയവർക്ക് പിന്നിൽ എന്തെങ്കിലും ഗ്രൂപ്പ് നേതാക്കളുടെ ഒത്താശയുണ്ടോ എന്നും AICC പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ ഗ്രൂപ്പ് പോലെ ദേശീയ തലസ്ഥാനത്തെ തെരുവുകളിലേക്ക് പടർന്നതും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് വി ഡി സതീഷിന് അനുകൂലമായി നടന്ന പ്രകടനത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരത്ത് DCC ഭാരവാഹികൾക്കെതിരെ നടപടിക്കും ഹൈക്കമാൻഡ്. കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ KPCCക്ക് AICC നിർദ്ദേശം നൽകി. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ചിത്രങ്ങളിൽ കരിയോയിൽ ഒഴിക്കുകയും അവ നശിപ്പിക്കുകയും ചെയ്ത നടപടിയിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. മുതിർന്ന നേതാവിനെ പരസ്യമായി അപമാനിക്കുന്ന ഇത്തരം നീക്കങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയത്. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ ഉടനടി നടപടി വേണമെന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടികളെക്കുറിച്ചും അതിൽ പങ്കെടുത്ത ഭാരവാഹികളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ KPCC ഓഫീസിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നതോടെ കുറ്റക്കാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. തർക്കം കൂടാതെ പ്രശ്നം പരിഹരിച്ചാൽ ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപനം വന്നേക്കാം.
കേരളത്തിലെത്തി നിയുക്ത MLA-മാരെ കണ്ട നിലപാട് തേടിയ നിരീക്ഷക സംഘം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് ചർച്ച നിർണായക ഘട്ടത്തിലേക്ക് എത്തിയത്. ഇതോടെ ഹൈക്കമാൻഡ് ആകും കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിർണായക തീരുമാനം കൈക്കൊള്ളുക. MLA-മാർക്കപ്പുറം ജനങ്ങളെ മറന്ന് ഒരു നിർണായക തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡ് മുതിരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീരുമാനം എന്താണെങ്കിലും കോൺഗ്രസിൽ തർക്കവും സംഘർഷവും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയെ വേഗം തീരുമാനിക്കണമെന്ന നിരീക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഹൈക്കമാൻഡ് ചർച്ചകൾ അതിവേഗത്തിലാക്കിയത്. മുഖ്യമന്ത്രി അവകാശവാദവുമായി സംസ്ഥാനത്ത് പ്രകടനവും പ്രസ്താവനകളും പരസ്യമായി തുടരുന്നതിനാലാണ് തീരുമാനം ഉടൻ വേണമെന്ന അഭ്യർത്ഥന നിരീക്ഷക സംഘം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഡൽഹിയിലെ വസതിയിലുണ്ടെങ്കിലും കേരള ചർച്ചയിൽ KC വേണുഗോപാൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ഒറ്റയ്ക്ക് കാണും. MLA-മാരുടെ ഭൂരിപക്ഷം നിർണായക ഘടകമാണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കുമ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷത്തിനൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം കൂടി മനസ്സിലാക്കണമെന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പരസ്യ പിന്തുണ ലഭിച്ചത് സതീഷിന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി കേരളം ഇനിയും കാത്തിരുന്നേ മതിയാകൂ. മതി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ട് എടുത്തായി Yeah.